വയനാട്ടിൽ നിന്ന് ആശ്വാസ തീരമായി പാലക്കാട്ടേക്ക് രണ്ടുപേർ എത്തിയിട്ടുണ്ട്. ശിവാനന്ദൻ, സുശീല. അന്ന് രാത്രി വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് രാത്രി മുഴുവൻ ഇവർ വീട്ടിൽ കഴിച്ചു കൂട്ടിയത്. ചേട്ടാ, അന്ന് മേപ്പാടിയിൽ ഈ ഉരുൾപൊട്ടി ആ സമയത്ത് എങ്ങനെയായിരുന്നു? ചേട്ടൻ ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത്? എൻ്റെ തറവാട്ട് വീട്ടിൽ. ഹൈസ്കൂൾ റോഡിൻ്റെ ഹൈസ്കൂളിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മേലേക്ക്. അന്നത്തെ അനുഭവം എന്ന് പറയാമോ? 2 മണിയാകുമ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടു. അങ്ങനെയാണ് ഭാര്യ വിളിച്ചത്. പിന്നെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, എണീക്കുന്നു. അങ്ങനെ പെട്ടെന്ന് എണിച്ച് നോക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി മുന്നത്തെ വാതിൽ തുറന്നു. മുന്നത്തെ വാതിൽ തുറന്നപ്പോൾ ചളിയും വെള്ളവും എല്ലാം കൂടിയിട്ട് വരുന്നു. അങ്ങനെ ആ വാതിൽ അടയ്ക്കാൻ പറ്റിയില്ല. അടുക്കള വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് പിന്നെ ഇതേപോലെ വെള്ളവും ചളിയെല്ലാം കൂടി വരുന്നു കണ്ടു. മനസ്സിലായിരുന്നു ഉരുൾപൊട്ടലാണെന്ന് തോന്നിയിരുന്നു. ഉരുൾപൊട്ടുകയാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരു 10 മിനിറ്റിൽ വെള്ളമൊക്കെ ഒഴിഞ്ഞ സ്റ്റെപ്പിൽ നിന്നൊക്കെ വെള്ളം പോയപ്പോൾ ഞങ്ങൾ 2 പേരും ചേച്ചിയുടെ വീട്ടിൽ പോയി. അത് രാത്രി മുഴുവൻ എങ്ങനെയാണ് അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ? ഞങ്ങൾ അവിടെ പോയിട്ടപ്പോൾ അവർ സിറ്റ് ഔട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെയാണ് അകത്ത് കയറിയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നപ്പോഴാണ് ഓരോ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ വിചാരം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. ആദ്യത്തെ പൊട്ടലിൽ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വന്നല്ലോ. അപ്പോൾ ഓരോ ഫോൺ കോൾ വരുന്നുണ്ട്. അവിടെ പാലം പോയി, മുണ്ടക്കൈ ഫുള്ള് പോയി എന്ന് ഓരോരുത്തരും വിളിച്ച് നമ്മളെ അറിയിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് വിശേഷം അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൗണ്ട് അവിടെ നിന്ന് കേട്ടു മോള്. അപ്പോൾ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളോട്. അപ്പോൾ ചേച്ചീൻ്റെ മോൻ പറഞ്ഞു, അത് പുഴ അടുത്താണല്ലോ നമ്മുടെ, ആ പുഴയിൽ വെള്ളം കൂടുമ്പോൾ ഒരു സൗണ്ട് വരും നമുക്ക്, ആ സൗണ്ടാണ് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അത് പുഴൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ടല്ല, എന്തോ ഒരു ഊന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടാണ് വരുന്നത്. അവൾ ഓടി വന്നിട്ട് ഇങ്ങനെ പറയലും അടുക്കള ആ ചുമര് പൊളിഞ്ഞ് വെള്ളവും ചളിയോടെ ഞങ്ങൾ നിൽക്കുന്ന റൂം വരെ എത്തി. ഇത്ര പൊക്കത്തിലുണ്ടായിരുന്നു ചളിയും വെള്ളവും. അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് വലിച്ച്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. 9 വയസ്സായ കുട്ടി, 16 വയസ്സായ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി പിടിച്ച് കട്ടില മേലെ കയറ്റിയിട്ട് മുൻവശത്തെ ഇങ്ങനെ ജനലഴിയിൽ പിടിച്ച് ഞങ്ങൾ നിന്നു. ഞങ്ങൾ ചേച്ചിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ 2ാമത്തെ പൊട്ടലിന് ഞങ്ങളെ വീട് ഫുള്ളായിട്ട് പോകുന്നു. ആ കണ്ടുകൊണ്ട് നിൽക്കുക. നമ്മളവിടെ നിന്ന് നമ്മൾ ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട് ഫോണിൽ കൂടെ. ഞങ്ങളിവിടെ 7 ആൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, ഞങ്ങൾ ആരെങ്കിലും വന്ന് രക്ഷിക്കണം എന്ന് ഒരുപാട് പേരെ വിളിച്ചു. പക്ഷെ നിന്ന് കുട്ടികളൊക്കെ കരയണം. നമുക്ക് ജീവൻ, നമ്മൾ പോയി എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പോഴാണ് 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ നമ്മളിനി ജീവിക്കില്ല തോന്നി. അപ്പോൾ കൊടുവായൂർ അനിയത്തിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വീടൊക്കെ പോയി, ഞങ്ങളും പോകേണ്ട ഇതാണ്, നേരം ഒന്ന് വെളുത്തിട്ട് നിങ്ങളെല്ലാവരും അറിയിച്ചാൽ മതി, ഞങ്ങൾ പോകുകയാണെന്ന് തന്നെ വിചാരിച്ചു. ഞങ്ങൾ വേറെ ആർക്കും ജീവനൊന്നും ഞങ്ങൾ 7 പേരും രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് പറയാൻ പറ്റില്ല. 2ാം ജന്മമാണത്. ആ ഒരു ജന്മം അവിടെ തീർന്നു എന്ന് വിചാരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അതിലെ ചൂരൽമലയിൽ നിന്ന് പലരും ഇതുപോലെ പല ജില്ലകളിലേക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് അവർക്കൊക്കെ തിരിച്ച് വയനാട്ടിലേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒരു ആയുസ്സിലെ എല്ലാ സമ്പാദ്യങ്ങളും ഒരു രാത്രി കൊണ്ടാണ് നശിച്ചത്. ഇനി എന്തെന്നുള്ളൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു പുനരധിവാസം എന്നുള്ളതൊക്കെ തന്നെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മൽഗൂർ സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.